പത്തനംതിട്ട ജസ്ന തിരോധാന കേസിന്റെ അന്വേഷണം ക്രിമിനൽ സംഘങ്ങളിലേക്ക്. പെൺകുട്ടി സാമൂഹ്യവിരുദ്ധരുടെ കയ്യിൽ അകപ്പെട്ടിട്ടുണ്ടാകാമെന്ന നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ച്. ക്രിമിനൽ സംഘങ്ങളുടെ പട്ടിക ക്രൈംബ്രാഞ്ച് തയ്യാറാക്കും. കസ്റ്റഡിക്കായി അന്വേഷണ സംഘം ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി തേടും. എരുമേലി വരെ എത്തിയ ജസ്നയുടെ പിന്നീടുള്ള യാത്ര സംബന്ധിച്ച് വ്യക്തത വരാത്ത സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നത്. എരുമേലിയിൽ എത്തിയ ദിവസം തന്നെ ജസ്ന അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് നിഗമനം. സാമൂഹിക വിരുദ്ധ സംഘങ്ങളെയാണ് ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നത്. എരുമേലി ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവർ, മുണ്ടക്കയം, കുട്ടിക്കാനം തുടങ്ങിയ മേഖലയിലുള്ളവർ, എരുമേലി, പുഞ്ചവയൽ വഴി മുണ്ടക്കയം മേഖല എന്നിവിടങ്ങളിലെല്ലാം സംശയിക്കുന്നവരുടെ പട്ടിക ക്രൈംബ്രാഞ്ച് തയ്യാറാക്കും. ജസ്നയെ കാണാതായ മാർച്ച് 22 മുതലുള്ള ഇവരുടെ നീക്കം പരിശോധിക്കും. മൊബൈൽ ഫോൺ ടവർ വിവരങ്ങളും ക്രൈംബ്രാഞ്ച് ശേഖരിക്കും. കസ്റ്റഡി കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാത്തതിനാൽ ഉന്നതതലത്തിൽ അനുമതി തേടാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം മുണ്ടക്കയത്ത് ലഭിച്ച CCTV ദൃശ്യത്തിലുള്ള പെൺകുട്ടി ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. പെൺകുട്ടിയുടെ ശരീരഭാഷ പരിശോധിക്കുമ്പോൾ ജസ്നയാകാൻ സാധ്യതയില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് നിഗമനം. എന്നാൽ ഇതാരെന്നറിയാനും ഇതുവരെ സാധിച്ചിട്ടില്ല. ജസ്ന ജീവനോടെ ഉണ്ടാകാൻ ഇടയില്ലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. ശ്യാമാർ ബാബു, മീഡിയ 1, തിരുവനന്തപുരം.